28 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം ജന്മനാട്ടിൽ തിരിച്ചെത്തിയ സുബേദാർ സതീഷ് കുമാറിന് മാന്നാർ എണ്ണക്കാട് ആൽത്തറ ജംഗ്ഷനിൽ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് ആലപ്പുഴ ജില്ലയുടെയും ബുധനൂർ യൂണിറ്റിൻ്റെയും ബന്ധുക്കളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വർണ്ണാഭമായ സ്വീകരണം നൽകി ആദരിക്കുകയുണ്ടായി. भारत माता की जय, भारत माता भारत माता की वेलकम सर, वेलकम। भारत माता की जय, भारत माता की जय, भारत माता की जय, वंदे मातरम, वंदे मातरम, वंदे मातरम। അമ്മയാ നേരിട്ടത്. അതാണല്ലോ അമ്മയ്ക്കാണല്ലോ ഏറ്റവും കൂടുതൽ സന്തോഷം ഉണ്ടാവും. ഓരോരുത്തർ ഇടുമ്പോഴും നമ്മൾ വിളിക്കണേ. ഭാരത് മാതാ കി ജയ്, ഭാരത് മാതാ കി ജയ്, भारत माता की जय, 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 वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, भारत माता की जय, भारत माता की जय। भारत माता की जय, भारत माता की जय, भारत माता की वंदे मातरम, भारत माता की जय, भारत माता की जय, भारत माता की जय, वंदे मातरम, वंदे मातरम। मातरम, वंदे मातरम, वंदे मातरम। भारत माता की जय, भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, बोलो भारत माता की जय, भारत माता की जय, भारत माता की जय, भारत माता की जय, माता की भारत माता की भारत माता की भारत माता की भारत माता की वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम, वंदे मातरम। സർ, ഏത് റെജിമെൻറ്റിലായിരുന്നു? ഞാൻ മദ്രാസ് റെജിമെൻറ്റ് സെൻറ്ററിൽ 27 മദ്രാസ് റെജിമെൻറ്റിൽ 28 വർഷം സർവീസ് ചെയ്ത് റിട്ടയർമെൻ്റ് ആയത്. ഏറ്റവും ആദരണീയനായ ശ്രീ സതീഷ് ജി, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ പ്രവർത്തകർ, AVPSSPയുടെ ചേപ്പാടി യൂണിറ്റ്, ബുധനൂർ യൂണിറ്റ്, കുട്ടമ്പേരൂർ യൂണിറ്റ്, ജില്ലയുടെ ഭാരവാഹികളായിട്ടുള്ള എല്ലാവർക്കും ആദ്യമേ സ്വാഗതം ആശംസിക്കുകയാണ്. ഇവിടെ എത്തിച്ചേർന്ന് ഈ പരിപാടി വിജയിപ്പിക്കുവാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള സതീഷ് ജിയുടെ കുടുംബാംഗങ്ങളും അതോടൊപ്പം നമ്മുടെ പ്രവർത്തകരും നാട്ടുകാരും എല്ലാവരും നൽകിയ ഈ ഒരു വലിയ സ്വീകരണം, ഇത് രണ്ടാമത്തെ സംരംഭമാണ്. കഴിഞ്ഞ മാസം നമ്മൾ ജയപ്രകാശ് എന്ന സുബേദാർ ജയപ്രകാശിനെ സ്വീകരിച്ചിരുന്നു മാന്നാറിൽ. അത് വലിയ വൈറലായിട്ടുണ്ട്, ലോകമെമ്പാടും ഇത് വ്യാപിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും വലിയ സന്തോഷവും ആദരവുമായി മാറിയിരിക്കുകയാണ് ഈ സംരംഭം. ഇനിയും വരുന്ന കാലങ്ങളിലും ഇതുപോലെയുള്ള സൈനികരെ സ്വീകരിക്കുക എന്നുള്ള ചുമതല
ആലപ്പുഴ ജില്ലയുടെ ജില്ലാ ജനറൽ പ്രസിഡന്റ് എന്ന നിലയിൽ ഞങ്ങളത് തുടർന്നും നടത്തിക്കൊണ്ട് പോകും എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. 28 വർഷത്തെ സേവനത്തിന് ശേഷം അദ്ദേഹം തൻ്റെ യൗവനം മുഴുവൻ സൈനിക സേവനത്തിൽ തീർത്ത് ഇപ്പോൾ തിരിച്ച് നാട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന് നൽകിയ ഊഷ്മള സ്വീകരണം അദ്ദേഹത്തിന് വീണ്ടും പ്രചോദനമാകട്ടെ. അതുപോലെ തന്നെ അഖില ഭാരതീയ പൂർവ്വ സൈനിക സേവാ പരിഷത്ത് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, സേവനമാണ് ലക്ഷ്യം പ്രധാനം. സേവനത്തിനോടൊപ്പം തന്നെ സമൂഹത്തിൽ എന്തെങ്കിലും നന്മകൾ ചെയ്യാൻ കഴിയുമെങ്കിൽ അതും അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയട്ടെ എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ ആശംസിക്കുകയാണ്. അദ്ദേഹത്തിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ BJPയുടെ മണ്ഡലം പ്രസിഡന്റ് ശ്രീ സതീഷ് കൃഷ്ണൻ, അതുപോലെ തന്നെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ രാജേഷ് ഗ്രാമം, അതുപോലെ തന്നെ മെമ്പറായിട്ടുള്ള ശ്രീമതി ശാന്ത ഗോപൻ എന്നിവരെ പ്രത്യേകം ഞങ്ങൾ അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ അവർ മനസ്സുകൊണ്ട് ഇവിടെ എത്തിച്ചേർന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. അവർക്കും ഇവിടത്തേക്ക് സ്വീകരിക്കുകയാണ് ഈ പരിപാടിയിലേക്ക്. അവരുടെ ഇനി സ്വീകരണം ഉണ്ടാകും. ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പ്രിയപ്പെട്ട സതീഷ് കുമാർ സാബ് വീട്ടിലെത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിനെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ തന്നെ അഖില ഭാരതീയ പൂർവ്വ സൈനിക് സേവാ പരിഷത്തിൻ്റെ അംഗത്വം കൂടി ഇത്തരുണത്തിൽ അദ്ദേഹത്തിന് നൽകുകയാണ്. അതിനായിട്ട് നമ്മുടെ ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജഗോപാലൻ സാർ ഇവിടെ എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിൽ നിന്ന് നമ്മുടെ ഈ സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് അകമഴിഞ്ഞ സഹകരണവും സാന്നിധ്യവും ആഗ്രഹിച്ചു പോവുകയാണ്. അത് ഇനി ധാരാളം സമയമുണ്ട്. കുടുംബത്തോടുള്ള അദ്ദേഹത്തിൻ്റെ കടപ്പാട് കൂടി കടമ കൂടി അദ്ദേഹം നിറവേറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് 28 വർഷം ഊണുറക്കം ഉപേക്ഷിച്ച് സേവനം അനുഷ്ഠിച്ച് തിരിച്ചു വന്ന് വിശ്രമജീവിതം നയിക്കാൻ പോകുന്ന സതീഷ് കുമാറിനും കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നാടിന് വേണ്ടിയിട്ട് ഇതുപോലെ തന്നെ സേവനം അനുഷ്ഠിച്ച് ഇവിടെ എത്തിച്ചേർന്ന ഇത്രയും ജവാന്മാരെ ഒന്നിച്ച് കണ്ടതിലും വളരെ സന്തോഷമുണ്ട്. അവർക്കും അവരുടെ കുടുംബത്തിനും എല്ലാവിധ ആശംസകൾ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ 2024 ഈ പുതുവത്സര ദിനത്തിൽ തന്നെ ഇങ്ങനെ ഒരു സ്വീകരണം സംഘടിപ്പിച്ച എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. 28 വർഷത്തിലും അധിക ഭാഗവും ജമ്മു ആൻഡ് കാശ്മീരിലാണ് സർവീസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലും ഹൈ ആൽറ്റിറ്റ്യൂഡ് ഏരിയയിലും സർവീസ് ചെയ്തിട്ടുണ്ട്. ജമ്മു കാശ്മീരിലെ അനുഭവം ഒന്ന് ചെറിയ രീതിയിൽ വിശദീകരിക്കും. ജമ്മു കാശ്മീരിൽ കാർഗിൽ വിജയ്, OP പരാക്രം, സർജിക്കൽ സ്ട്രൈക്ക്, ഇതിലെല്ലാം ഇൻവോൾവ് ആയ. കാർഗിൽ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതെ, അന്നേരം ആ സമയത്ത് ഞങ്ങൾ LOCയിലായിരുന്നു. കണ്ടമാനം ഫയറിങ്ങും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ദിവസങ്ങളോളം ബങ്കറുകളിൽ ഇരിക്കേണ്ട സിറ്റുവേഷൻ ആയിരുന്നു. ഇതെല്ലാം അവിടെ ബങ്കറിൽ കഴിയേണ്ടി വരും. മിനിമം ഒരാഴ്ച. ഫയറിങ് തുടങ്ങിയാൽ പിന്നെ അതിന് നിർത്തുന്ന ഒരു പരിപാടിയില്ല. കാലഘട്ടത്തിൽ കഴിയുമ്പോൾ ഉള്ള അനുഭവം, വീടുമായിട്ടുള്ള ബന്ധങ്ങളൊന്നും വീടുമായിട്ടുള്ള ഒരു ഇതുമില്ല. ഇന്നലെ ഒരു ശാസ്ത്രങ്ങളെല്ലാം പുരോഗമിച്ച് മൊബൈലുകളും കാര്യങ്ങളും വന്നത്. അന്നത്തെ 99 കാലഘട്ടത്തിൽ മൊബൈലുകളും ഇല്ല. മാസങ്ങളോളം വീടുമായിട്ട് ബന്ധപ്പെടാനുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. എഴുത്തുകൾ, കത്തുകളല്ലേ ഉള്ളായിരുന്നു ഞങ്ങൾക്കൊരു ഏക ആശ്രയം. യുദ്ധകാലഘട്ടത്തിൽ ആ സമയത്ത് നമ്മൾ വീടിനെ കുറിച്ച് ഓർക്കാറുണ്ട് ഒരു പട്ടാളക്കാരനെ സംബന്ധിച്ച്? ഇല്ല, മാക്സിമം അവരുടെ ഡ്യൂട്ടി ആണ് ചെയ്യുന്നത്. അന്നേരം വീടിനെ കുറിച്ചോ മറ്റുള്ള ബന്ധങ്ങളെ കുറിച്ചോ മനസ്സിൽ വരില്ല. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ, അതിനെപ്പറ്റിയാണ് കൂടുതൽ ഏതൊരു ജവാനായാലും മനസ്സിൽ വരിക. നമ്മുടെ സർവീസ് കാലഘട്ടത്തിൽ സർവീസിനെ സംബന്ധിച്ച് അഭിമാനിക്കുന്നു. അതെ, അങ്ങേയറ്റം അനുഭവിക്കുന്നു. സർവീസിൽ കയറുമ്പോൾ അദ്ദേഹം അനുഭവിച്ചതായ ത്യാഗങ്ങളുണ്ടല്ലോ സർവീസിൽ കയറാൻ. അതെ, അത് എങ്ങനെയൊക്കെയാണ്? സർവീസ് ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 9 മാസം ട്രെയിനിങ്. അത് കഴിഞ്ഞ് ഞങ്ങളുടെ ബറ്റാലിയൻ ആക്റ്റീവ് ട്രെയിനിങ് എങ്ങനെയുണ്ടായിരുന്നു? ട്രെയിനിങ് എല്ലാം അതികഠിനമായിരുന്നു. ഇപ്പോഴത്തെ ട്രെയിനിങ് അപേക്ഷിച്ച് പണ്ടത്തെ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ 95-96 കാലഘട്ടത്തിലെ അങ്ങേയറ്റം കഠിനമായ ട്രെയിനിങ്ങുകളായിരുന്നു. അതിൻ്റെ ഒരു മനോബലം ഞങ്ങൾക്ക് ഇന്നുമുണ്ട്. ഏത് ഒരു പ്രതിസന്ധിയെ തരണം ചെയ്യാനുള്ള മനോബലം ഞങ്ങളുടെ
വിൽ പവർ ഞങ്ങൾക്ക് തന്നു ആ ഒരു ട്രെയിനിങ്. മത്സരത്തിൽ പുതിയൊരു ജീവിതത്തിലേക്ക് അല്ലേ, സർവീസ് റിട്ടയർമെൻ്റ് ആണ്. അതെ. അപ്പം ഈ ഒരു സമയത്ത് ഇദ്ദേഹത്തിന് എന്താണ് പറയുക? ഈ പറയാനുള്ളതെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം ഭഗവാനോട് കടപ്പെട്ടിരിക്കുന്നു. 28 വർഷം ഏത് രീതിയിൽ പോയോ ആ രീതിയിൽ ഭഗവാൻ നമ്മുടെ ബന്ധുമിത്രാദികളെയും സഹപാഠികളെയും കാണാൻ അവസരം തന്ന ഭഗവാനോട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇനിയുള്ള ജീവിതം നാട്ടുകാരും വീട്ടുകാരും സാമൂഹിക സേവനം ചെയ്യണമെന്നുള്ള താല്പര്യമാണ്. അതാണ് പുതുവത്സരത്തിൽ ഇദ്ദേഹം തീരുമാനമെടുത്തിരിക്കുന്നത്. അതെ, അല്ലേ? എല്ലാവർക്കും ഒരു തീരുമാനം പുതുവത്സരം ആകുമ്പോൾ, അതിൻ്റെ 31 ആകുമ്പോൾ, അല്ലെങ്കിൽ 39 ഞാൻ എന്തൊക്കെ മേഖലയിലേക്ക് എങ്ങനെയൊക്കെ സജീവമാകും എന്നുള്ളൊരു തീരുമാനം എടുക്കാറുണ്ട്. അതെ അല്ലേ? അതെ. അപ്പോൾ ആ ഒരു തീരുമാനം ഇദ്ദേഹത്തിൻ്റെ എന്താണ്? ഞാൻ ഏത് വഴിയോ നയിച്ചോ രാഷ്ട്രത്തിന് വേണ്ടി ആര് ജീവത്യാഗം ചെയ്യാൻ അല്ലെങ്കിൽ അർപ്പണ മനോഭാവമുള്ള വ്യക്തികളുണ്ടോ അവർക്ക് ഗൈഡ് ലൈൻ കൊടുക്കുക, അവർക്ക് സേനയിലോട്ട് വരാനുള്ള പ്രചോദനം നൽകുക എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഈ മേഖലയിലേക്ക് വരാൻ താല്പര്യപ്പെടുന്ന ധാരാളം യുവ തലമുറകളുണ്ട്. അവർക്ക് കൊടുക്കാനുള്ളതായ നിർദ്ദേശം എന്താണ്, ഉപദേശം എന്താണ്? ഉപദേശം എന്ന് പറഞ്ഞാൽ പണസമ്പാദനമാണെങ്കിൽ അതിലോട്ട് പോകാതിരിക്കുക. മറ്റുള്ള വഴികളുണ്ട്, അനേകം വഴികളുണ്ട്. അതല്ല, രാജ്യത്തിന് വേണ്ടി അർപ്പണ മനോഭാവത്തോടുകൂടി രാജ്യസേവനം ചെയ്യാൻ ഏതൊരു വ്യക്തിക്കും ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അതിനുവേണ്ടി അവർ പ്രയത്നിക്കുക. മുൻകാലഘട്ടങ്ങളിൽ സർവീസിൽ നിന്ന് റിട്ടയർമെൻറ്റ് വിരമിച്ച് വരുന്നവരെ ഇത്തരത്തിൽ ഒന്ന് ആദരിക്ക ചടങ്ങുന്നില്ലായിരുന്നു. ഇപ്പോൾ ഈ ആദരവ് കിട്ടിയപ്പോൾ എന്ത് തോന്നി? അങ്ങേയറ്റം ഇതുവരെ ഞാൻ എൻ്റെ സർവീസിൽ ഈ ഒരു ഏരിയയിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ പഞ്ചായത്തുകളിൽ കണ്ടിട്ടില്ല. അതിന് അങ്ങേയറ്റം ഞാൻ ABVPS ഭാരവാഹികളോടും സെക്രട്ടറി പ്രസിഡന്റിനോടും കടപ്പെട്ടിരിക്കുന്നു. അവരോട് അങ്ങേയറ്റം നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു. അച്ഛൻ എക്സ് സർവീസ് ആയിരുന്നു. അച്ഛൻ മരണപ്പെട്ട് 1 വർഷമായി. അച്ഛൻ്റെ പേര് സദാശിവൻ. അച്ഛൻ സെയിം മദ്രാസ് റെജിമെൻറ്റിലായിരുന്നു. അച്ഛൻ്റെ മരണശേഷം 1 വർഷം കഴിഞ്ഞു. അമ്മയുണ്ട്, ഭാര്യ, മോൻ BTech പഠിക്കുന്നു, മകൾ 6ാം ക്ലാസ്സിലാണ്. 28 വർഷത്തെ സേവനത്തിന് ശേഷം മകൻ തിരികെ എത്തിയിരിക്കുന്നു. കാർഗിൽ യുദ്ധ സമയത്തൊക്കെ അദ്ദേഹം ഇതിൽ പങ്കെടുത്തു. ആ സമയത്ത് അമ്മയുടെ അനുഭവങ്ങൾ എന്തൊക്കെയാണ്? മകനെ കുറിച്ച് ഓർക്കാറുണ്ടായിരുന്നു? ഓരോ ദിവസവും പ്രയാസപ്പെട്ട് കഴിഞ്ഞു കൂടുകയായിരുന്നു. അവിടെ യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു. സമയത്ത് അവിടെ എന്ത് നടക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്നും അറിയത്തില്ല. വിളിക്കാൻ പോലും പറ്റത്തില്ല. TV കാണുന്ന കാര്യങ്ങളേ ഉള്ളായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധപ്പെടാൻ യാതൊരു വഴിയില്ലായിരുന്നു. ഓരോ ദിവസവും ഇങ്ങനെ മകനെ കുറിച്ച് ചിന്തയായിരുന്നു. പിന്നെ അദ്ദേഹത്തിന്റെ അച്ഛൻ പട്ടാളക്കാരനായതിന്റെ പേരിൽ അച്ഛൻ എക്സ് സർവീസ് ആയിരുന്നു. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. ഫോണൊക്കെ വിളിക്കാൻ പറ്റാതാകുമ്പോൾ ഭയങ്കര വിഷമമാവും. ഫീൽഡ് സർവീസിലൊക്കെ ഇരിക്കുന്ന സമയത്ത് വിളിക്കാൻ പറ്റാതൊക്കെ ആവും. അപ്പം 1 മാസമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വിളിക്കുന്നത്. 1 മാസം കഴിഞ്ഞിട്ടൊക്കെ വിളിക്കുന്നതൊക്കെ. അതൊരു സന്ദേശം നമുക്ക് കിട്ടത്തില്ല. ഇല്ല. ഈ സമയത്ത് വളരെ സങ്കടമായിരിക്കും അല്ലേ? സങ്കടം, ഭയങ്കര വിഷമമായിരിക്കും. പിന്നെ നമ്മൾ വേറെ ആളിനെ, ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കും. അങ്ങനെയൊക്കെയാണ് ചോദിച്ചത്. സർവീസ് കഴിഞ്ഞ് വന്ന് ഇനിയിപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതം ഇവിടെ തന്നെയാണ്, നാട്ടിൽ തന്നെയാണ്. ഇനിയിപ്പം 28 വർഷത്തെ സേവനം കഴിഞ്ഞ് ഇനി ഞങ്ങളോടൊപ്പം, ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണം. സന്തോഷമായിട്ട് ഞങ്ങളുടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥന. മക്കൾ 2 പേര്. മോൻ എഞ്ചിനീയറിങ് 2ാം വർഷം, മോൾ 6ല്. മോൻ്റെ പേരെന്താ? അതുൽ ശിവൻ. അതിൽ യെസ്. ഏതിനപ്പോൾ പഠിക്കുന്നത്? ഞാനിപ്പം BTech സെക്കൻഡ് ഇയർ ആണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് മെഷീൻ ലേണിംഗ് ആണ് എടുത്തിരിക്കുന്നത്. എവിടെയാണ്? ശ്രീബുദ്ധ നൂറിനാട്. സർവീസ് കഴിഞ്ഞ് അച്ഛൻ തിരികെ എത്തിയിരിക്കുകയാണ്. തിരികെ എത്തിയിരിക്കുകയാണ്. സന്തോഷമുണ്ട്. 28 വർഷം രാജ്യത്തിന് വേണ്ടി സർവീസ് ചെയ്തതിന് വളരെ സന്തോഷമുണ്ട്. സർവീസിൽ ഇരിക്കുമ്പോൾ അച്ഛനെ കുറിച്ച് കൂടുതൽ ഓർക്കാറുണ്ടല്ലേ? ഓർക്കാറുണ്ട്. ഇങ്ങനെ അമ്മ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുമ്പം ഫോൺ കിട്ടത്തില്ല. അപ്പം ടെൻഷനൊക്കെ ഉണ്ട് ആ സമയത്തൊക്കെ ഉള്ളത്. പിന്നെ ഈ ബോർഡറൊക്കെ അവിടെ പോസ്റ്റ് കിട്ടുമ്പോഴൊക്കെ ഒരുപാട് ടെൻഷനുണ്ട് ആ സമയത്തൊക്കെ ഉള്ളത്. അപ്പം നന്നായിട്ടിരിക്കും. എല്ലാ പട്ടാളക്കാരുടെ അനുഭവം ഇത് തന്നെയാണ് അല്ലേ? കുടുംബത്തിലെ അനുഭവങ്ങളും ഇങ്ങനെ തന്നെ ആയിരിക്കും. അതെ അല്ലേ? എല്ലാ പട്ടാളക്കാരുടെയും കുടുംബത്തിന്റെ അവസ്ഥ ഇത് തന്നെയാണ്. മനസ്സിലെ വിങ്ങല് മറ്റുള്ളവർ അറിയുന്നില്ല എന്നുള്ളതാണ്. അമ്മയായാലും മക്കളായാലും ഭാര്യ ആയാലും അല്ലേ? അതെ. അങ്ങനെ തോന്നില്ലേ? തോന്നുന്നുണ്ട്. ഏത് മേഖലയിലേക്ക് പോകാനാണ്? എനിക്ക് പട്ടാളത്തിലോട്ട് പോകാൻ താല്പര്യമുണ്ട്.
പിന്നെ അത് ഈശ്വരൻ അങ്ങനെ കൽപ്പിക്കുവാണെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ ഇത് പോകും. നമ്മുടെ പേര് അതില്ല ഏത് ക്ലാസ്? 6ാം ക്ലാസ്. അച്ഛൻ തിരികെ എത്തിയിരിക്കുകയാണ് സർവീസ് കഴിഞ്ഞല്ലേ? എന്താ തോന്നുന്നു? സന്തോഷിക്കുന്നുണ്ടോ? നല്ല സന്തോഷിക്കുന്നുണ്ട്. എങ്ങനെ സന്തോഷിക്കുന്നു? എന്തുകൊണ്ടാണ് സന്തോഷിക്കുന്നത്? അച്ഛൻ 28 വർഷത്തിന് ശേഷം ഞാൻ തിരിച്ചു വരുമ്പോൾ സന്തോഷമുണ്ട്. സാധാരണ കിട്ടുന്ന ഒരു 2 മാസമൊക്കെ അപ്പൊ ഒക്കെ കാണാമല്ലോ, പക്ഷെ ഇപ്പഴാണെങ്കിൽ ഒന്നും കാണാമല്ലോ. ഇനിയിപ്പോൾ കാണാം അല്ലേ? എപ്പോഴും കണ്ടോണ്ടിരിക്കുക അല്ലേ? ഇവിടുന്ന് പോകുമ്പോൾ 1-1.5 മാസമായിരിക്കും ഇവിടെ ജീവി കഴിഞ്ഞ് വരുന്നത് അല്ലേ? അപ്പോൾ ആ സമയത്ത് പോകുമ്പോഴും നമുക്ക് സങ്കടം ഉണ്ടാവും. എന്താ പറയുക? എപ്പോഴും എപ്പോഴും തിരിച്ചു വരുന്നതെന്ന് ചോദിക്കും, പിന്നെ വിഷമം ഉണ്ടാവില്ല. കൂട്ടുകാരോടൊക്കെ പറയുന്നത് അച്ഛനെ കുറിച്ച് പറയൂ. എന്താ പറയും? എൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണ്. പട്ടാളത്തില് അങ്ങനെ ഉണ്ട്. ടീച്ചർമാരോടൊക്കെ പറഞ്ഞപ്പോ ടീച്ചർമാരോട് പറയല്ലേ? എന്റെ ക്ലാസ്സിൽ ഞാൻ മാത്രമേ ഉള്ളൂ ഒരു പട്ടാളക്കാരന്റെ മോളെ. അപ്പോഴേ മോള് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പട്ടാളക്കാരൻ്റെ മോളാണ് എന്നുള്ള ഒരു തോന്നൽ മറ്റുള്ളവർക്ക് ഉണ്ടാവും. ടീച്ചർമാരോട് പറയൂ. ടീച്ചർമാരൊരു എന്നോട് ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അഹങ്കാരം ഉണ്ടോ? ഇല്ല. എൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണെന്നുള്ള ഇല്ല. അഭിമാനിക്കുന്നു അല്ലേ? എന്താ നിവർന്നങ്ങ് നിൽക്കും അല്ലേ? എൻ്റെ അച്ഛൻ പട്ടാളക്കാരനാണ്. അതോ? ഇദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ എൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ മൂത്ത മകൻ്റെ മകനാണ് സതീഷ്. ഞാൻ എടാ പോടാന്നൊക്കെയാണ് വിളിക്കാറ്, കാരണം അല്പം പ്രായം കൊണ്ടായിരിക്കാം. സ്നേഹത്തോടെ ഞാൻ വിളിക്കാറുണ്ട്, പറയാറുണ്ട്. ഇപ്പോൾ സതീഷ് ഇവിടെ വന്നിട്ട് ഇപ്പം 11 വർഷമായി. 11 വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഞാൻ രാവിലെ ഉണർന്ന് കാണുന്നത് എൻ്റെ സഹോദരൻ്റെ മകനെയാണ് ഞാൻ കാണുന്നത്. അന്നും ഇന്നും ഞാൻ എൻ്റെ മനസ്സുകൊണ്ട് പറയാറുണ്ട്. ഞാൻ വേറെ ആരോട് പറയാനൊന്നും പോയിട്ടില്ല. എൻ്റെ മനസ്സുകൊണ്ട് ഞാൻ പറയാറുണ്ട്, അവൻ ഐശ്വര്യമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കട്ടെ. അത് കാണുമ്പോൾ തീർച്ചയായിട്ടും അവനൊരു പരാജയം അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഇതൊന്ന് കണ്ടാൽ തീർച്ചയായിട്ടും ഞാൻ തന്നെ എൻ്റെ ഭാര്യയാണ് നിൽക്കുന്നത്. കഴിഞ്ഞു പ്രസന്റ് ഞാൻ പറയാറുണ്ട്, അതിലൊരു ബുദ്ധിമുട്ടുള്ളൂ. അല്ലെങ്കിൽ കുഞ്ഞിനൊരു പനി വന്നാൽ ഞങ്ങൾ പറയും, കൊച്ചിൻ്റെ പനി എന്തായോ, കുഞ്ഞ് കുറവുണ്ടോ എന്നുള്ള രീതിയിൽ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. സജി എന്നും ഇത്രയും കാലം സന്തോഷത്തോടെ ജീവിച്ച ആ ജീവിതം നാളെയും മറ്റന്നാളും എന്ന് വെച്ചാൽ കാലങ്ങൾ കടന്നു പോകുന്ന സമയങ്ങളിൽ എന്നേക്കാൾ ഉപരി മുന്നോട്ട് പോകുവാനുള്ള ഒരു ഭാഗ്യവും സമാധാനവും സർവശക്തനായ ദൈവം സജിക്ക് നൽകണമെന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോട് കൂടി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഞാൻ ഈ നല്ല മുഹൂർത്തം സന്തോഷത്തോടു കൂടി സ്വീകരിക്കുന്നു. ഓക്കെ.